Hello my dear മക്കളെ, let's step into the exciting world of English. അറിയാലോ, നിങ്ങളുടെ സ്വന്തം അർജുൻ സാറാണ്. മക്കളെ, നമ്മൾക്ക് ഭാഷയിൽ ചില ശൈലികളുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ കാര്യം? നമ്മളിപ്പോൾ മലയാളത്തിൽ തന്നെയാണെങ്കിൽ ഒരുപാട് ശൈലികൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കാറുണ്ട്. അത്തരം ശൈലികൾ ഇംഗ്ലീഷിലും ഉണ്ട്. അത്തരം ശൈലികൾ ഇംഗ്ലീഷിൽ വിളിക്കുന്നത് ഇഡിയംസ് എന്നാണ്. ഓക്കെ, ഇംഗ്ലീഷിലെ ചില ഇഡിയംസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇത് പഠിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കോൺവെർസേഷൻ എഴുതുമ്പോൾ ഉപകാരപ്പെടും. അതുപോലെ എസ്സേ എഴുതുമ്പോൾ പോലുള്ള കാര്യങ്ങൾക്കും പാസേജ് പാരഗ്രാഫ് ഒക്കെ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഇഡിയംസ് ആഡ് ചെയ്താൽ നിങ്ങളുടെ റൈറ്റിംഗ് സ്കില്ല് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല, നിങ്ങൾക്ക് നല്ല സ്റ്റൈലായിട്ട് ഇംഗ്ലീഷ് ഒക്കെ സംസാരിക്കണമെങ്കിൽ ഇത്തരം ഇഡിയംസ് നിങ്ങളുടെ ഭാഷയിൽ ആഡ് ചെയ്തോ നല്ല അടിപൊളി പൊളപ്പനായിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാം. നമുക്ക് മലയാളത്തിലെ ചില ശൈലികൾ തന്നെ ആദ്യം ഒന്ന് കേട്ടു നോക്കാം. ഇപ്പോൾ ഒരാൾക്ക് കൈ വേദനിക്കുന്നുണ്ട് കരുതുക. ആ സമയത്ത് നമ്മൾ എന്താ പറയുക, ഈ മരുന്ന് പുരട്ടി കഴിഞ്ഞാൽ നിങ്ങളുടെ കൈയിൻ്റെ വേദന പമ്പ കിടക്കും എന്ന് പറയും. ശരിക്കും അവിടെ എന്താ, വേദന മാറും എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ വേദന പമ്പാ നദി മുറിച്ച് കിടന്ന് അങ്ങ് പോകും ആണോ? അല്ല, അങ്ങനെയല്ല. കാര്യം എന്താണ്, ആ ലിറ്ററൽ മീനിങ് അല്ല നമ്മൾ എവിടെ എടുക്കുന്നത്. നമ്മളെന്താ ഒരു ശൈലിയിൽ ഒരു സ്റ്റൈലായിട്ട് അങ്ങോട്ട് പറയാറുണ്ട്. അല്ലെങ്കിൽ ചില സമയത്ത് നമ്മൾ പറയാറുണ്ട് എന്താ, അതൊരു മുതലക്കണ്ണീറാ, അവൻ്റെ കണ്ണീര് ഒരു മുതലക്കണ്ണീരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അത് സത്യസന്ധമല്ലാത്തൊരു കണ്ണീരെന്ന അർത്ഥം. അതായത് ഒരു ഫേക്ക് ടിയേഴ്സ് ആണ്, അതായത് കള്ളത്തരം കാണിച്ചുകൊണ്ടുള്ള ഒരു കരച്ചിലാണ് അത്. ശരിക്കും അവന് മനസ്സ് വിഷമിച്ച് കരയല്ല എന്നൊരർത്ഥം വരാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ആരെയും പറ്റിച്ച് പോയി കഴിഞ്ഞാൽ പറയും അയാൾ നമ്മുടെ കണ്ണിൽ പൊടിയിട്ട് കടന്നു കളഞ്ഞു എന്ന്. ശരിക്കും കണ്ണിൽ മണ്ണ് വാരിയിട്ട് പോവല്ല, എന്താ നമ്മളെ പറ്റിച്ചിട്ട് അങ്ങ് കടന്നു കളഞ്ഞു. അപ്പം നോക്കി, ഇതിലൊക്കെ എന്താണ്, വേർഡ്സും മീനിങ് ഒക്കെ ഡിഫറെൻ്റ് ആണ്. പക്ഷേ പറയുമ്പോൾ ആ ശൈലി ഉപയോഗിക്കുമ്പോൾ അത് വേറെ തന്നെ ഒരു അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇംഗ്ലീഷിലെ ചില ഇഡിയംസും ഇതുപോലെ തന്നെയാണ്, ഭയങ്കര രസകരമായിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് അതൊന്ന് പഠിച്ചു നോക്കിയാലോ? നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. ആദ്യം തന്നെ അടിപൊളി ബ്രേക്ക് എ ലെഗ്. നമ്മൾ തുടക്കം തന്നെ ഒടിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത്. ബ്രേക്ക് എ ലെഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാലൊടിക്കാനാണോ? അല്ല, നമ്മളിപ്പോൾ എന്താ പറയുന്നത്, ഒരാളെ സഹായിക്കാൻ വേണ്ടിയിട്ട്, അയാളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അയാളെന്താ ഗുഡ് ലക്ക്, ഓൾ ദി ബെസ്റ്റ് എന്നൊക്കെ പറയാലോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ശൈലിയാണ് ബ്രേക്ക് എ ലെഗ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഇഡിയമാണ്. ഇപ്പോൾ നിങ്ങളുടെ ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ നന്നായിട്ട് ഒരു സ്റ്റേജ് പെർഫോമൻസിന് പോവാണെന്ന് കരുതുക. അപ്പോൾ നമ്മൾ പറയും, നീ പോയി അടിച്ച് പൊളിക്ക്, കലക്കം പെർഫോമൻസ് നടത്തി വാന്നൊക്കെ പറയില്ലേ. അതുപോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എന്ത്, ബ്രേക്ക് എ ലെഗ് എന്ന് പറയുന്നത്. അതിൻ്റെ കറക്റ്റ് അർത്ഥം വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ദിസ് ഇഡിയം ഇസ് എ വേ ടു വിഷ് സംവൺ ഗുഡ് ലക്ക്. ഒരാൾക്ക് നന്മ നേരുന്നത് അല്ലെങ്കിൽ ഓൾ ദി ബെസ്റ്റ് കൊടുക്കുന്നതാണ് ശരിക്കും ഇത്. ഒരു എക്സാമ്പിൾ നോക്കി, യു ഹാവ് പ്രാക്ടീസ് സോ ഹാർഡ് ഫോർ ദ സ്കൂൾ പ്ലേ, ഗോ ഔട്ട് ദർ ആൻഡ് ബ്രേക്ക് എ ലെഗ്. നീ പോയി അടിച്ച് പൊളിക്കുക എന്ന് നമ്മൾ പറയല്ലേ, അത് തന്നെ ഇംഗ്ലീഷിൽ പറയുന്നത് ബ്രേക്ക് എ ലെഗ് എന്നാണ്. അല്ലാതെ പെർഫോമൻസിൽ കയറാൻ നിൽക്കുന്ന ആളുടെ കാല് തല്ലി ഒടിക്കുക എന്നല്ല കേട്ടോ അതിൻ്റെ അർത്ഥം വരുന്നത്. ഓക്കെ, കണ്ടോ ഇതിൻ്റെ ലിറ്ററൽ മീനിങ്ങും അത് ഉപയോഗിക്കുമ്പോഴുള്ള മീനിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടോ നിങ്ങൾ? അത്തരത്തിൽ ഉണ്ട്. നോക്കിക്കോ, എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്. ഇത് നമ്മൾ മലയാളത്തിലും പറയാറുണ്ട്, ഉർവശി ശാപം ഉപകാരം എന്ന്. എന്താ, ഒരു ബാഡ് കാര്യം ആദ്യം നടന്നു കഴിഞ്ഞു, പക്ഷെ എന്താണ്, അത് പിൻകാലത്ത് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമാവുന്ന ഒരു കാര്യമാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇഡിയമാണ് ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്. ഇവിടെ നോക്കിയാൽ ഇയാൾ ആദ്യം തന്നെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടാൽ അത് ഭയങ്കര സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അയാളുടെ ജീവിതം ഒരു വഴിമുട്ടുന്ന അവസ്ഥയിലെത്തും. പക്ഷേ അവിടുന്ന് അയാൾ തിരിച്ചറിഞ്ഞു എന്ത്, സ്വന്തമായിട്ടൊരു ബിസിനസ് നടത്താമെന്ന്. എന്നിട്ട് അയാൾ എന്താ, ആ ബിസിനസ് നടത്തിയിട്ട് അയാൾ അതിൽ സക്സസ്ഫുൾ ആവുകയാണ്. സോ ആദ്യം ഒരു സങ്കടകരമായ കാര്യം നടന്നിരുന്നെങ്കിൽ കൂടി പിന്നീട് അതൊരു നല്ല കാര്യമായി മാറുകയാണ്. നോക്കിക്കോ, സംതിങ് ദാറ്റ് സീംസ് ബാഡ് അറ്റ് ഫസ്റ്റ് ബട്ട് ടേൺസ് ഔട്ട് ടു ബി ഗുഡ്. എക്സാമ്പിൾ നോക്കിയേ, ലോസിങ് ദാറ്റ് ജോബ് വാസ് എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്, ഇറ്റ് പുഷ് മീ ടു സ്റ്റാർട്ട് മൈ ഓൺ ബിസിനസ്. അപ്പം ആദ്യം ഒരു മോശം കാര്യമായിട്ട് സംഭവിക്കെങ്കിലും പിന്നീട് അതൊരു നല്ല കാര്യമാകുന്നതിന് നമുക്ക് ഈ ഒരു രീതിയിൽ പ്രയോഗിക്കാവുന്നതാണ്. ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്. പൂച്ചയെ പിടിച്ച് ആ ബാഗിൽ നിന്ന് വെളിയിൽ കളയണം എന്നാണോ? അങ്ങനെയാണോ? പൂച്ചേനെ പിടിച്ചൊരു ബാഗിലിട്ടുണ്ട് അതിനെടുത്ത് കളയണം എന്നാണോ? ഒരിക്കലും അല്ല കേട്ടോ. ഇഡിയംസിന് നിങ്ങൾ ആ ലിറ്ററൽ മീനിങ് വെച്ച് ഒരിക്കലും പരിഗണിക്കരുത്, അതിന് വേറെ തന്നെ ഒരു മീറ്റിംഗാണ്. ഇത് ഇത്രയുള്ള മക്കളെ, അറിയാതെ ഒരു സീക്രട്ട് റിവീൽ ചെയ്തു പോകുന്നതിനാണ്. ഇപ്പം നിങ്ങളുടെ കൂട്ടുകാരിൽ ഒരാൾക്ക് നിങ്ങൾ ഒരു സർപ്രൈസ് പാർട്ടി നിങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ നടത്താൻ തീരുമാനിച്ചു. എന്നിട്ട് നിങ്ങളോട് പറഞ്ഞു എന്ത്, അയാളെ കൂട്ടിയിട്ട് വന്ന് നമുക്ക് സർപ്രൈസ് ആയിട്ട് കേക്ക് മുറിക്കാമെന്ന്. നീ ചെന്നിട്ട് അവിടെ ചെന്നിട്ട് അയാളോട് പറയുകയാണെന്ത്, വാ നിന്റെ പിറന്നാളല്ലേ കേക്ക് മുറിക്കാമെന്ന്. അപ്പം എന്താണ്, നമ്മൾ അറിയാതെ ഒരു സീക്രട്ട് റിവീൽ ചെയ്തു പോയി. ശരിക്കും എന്താണ്, ഒരു മണ്ടത്തരമാണത്. അപ്പം ആക്സിഡൻ്റലി ഇങ്ങനെ ചില സീക്രട്ടുകൾ റിവീൽ ചെയ്യപ്പെടുന്നതിന് സമയത്ത് നമുക്ക് അതിനെ ഉപയോഗിക്കാം, ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്. അപ്പം നോക്കിയേ, ഹി ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് അബൌട്ട് ദ സർപ്രൈസ് പാർട്ടി. അവൻ ഓൾറെഡി അതിൻ്റെ സസ്പെൻസ് പൊളിച്ചു കഴിഞ്ഞു എന്നാണ് ഈ ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തെന്താ, പീസ് ഓഫ് കേക്ക്.
ഒരു കഷ്ണം കേക്ക് എന്ന് പറയുമ്പോൾ എന്താ, അത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല അല്ലേ? ഒരു കഷ്ണം കേക്ക് കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവുമോ? ഇല്ല. അതുപോലെ തന്നെ ആ കേക്കിൻ്റെ ഉണ്ടാക്കാനും വലിയ പാട്, ഒരു കഷ്ണം കേക്ക് ഉണ്ടാക്കാനോ അതിനും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പം ആ ഒരു മീനിങ് ആയിട്ട് ചേർന്ന് നിൽക്കുന്നതിനെയാണ് ഇതിൻ്റെ മീനിങ്ങും. എന്താണ്? സംതിങ് ദാറ്റ് ഈസ് വെരി ഈസി ടു ഡു. നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താ? ഭക്ഷണം കഴിക്കുക എളുപ്പമുള്ള ഒരു കാര്യമല്ലേ? ഉറങ്ങുക എളുപ്പമുള്ള ഒരു കാര്യമല്ലേ? വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ കാര്യങ്ങൾ ചെയ്തു പോകുന്നതിന് നമുക്ക് പീസ് ഓഫ് കേക്ക് എന്ന് പറയാൻ പറ്റും. ദ എക്സാം വാസ് എ പീസ് ഓഫ് കേക്ക് ഫോർ മീ. നിങ്ങൾ നന്നായിട്ട് പഠിച്ച് ഒരു പരീക്ഷ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ പരീക്ഷ വളരെ എളുപ്പമായിരിക്കും. നിങ്ങൾ ആ എല്ലാ ക്വസ്റ്റ്യൻസും നല്ല മാർക്ക് കിട്ടുന്ന രീതിയിൽ നിങ്ങൾ എഴുതുകയാണെങ്കിൽ അത് വളരെ ഈസി ആയിരിക്കും. സോ ആ സമയത്ത് നിങ്ങൾക്ക് പറയാവുന്ന ഒരു കാര്യമാണ് ദ എക്സാം വാസ് എ പീസ് ഓഫ് കേക്ക് മീ. എനിക്കത് അതൊരു ബാലിയേറാ മലയല്ല, അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, അതൊരു പീസ് ഓഫ് കേക്ക് മാത്രമാണ് എന്ന്. ആ ഫ്രേസ് ആ ഒരു ഇഡിയം നോക്കി, പീസ് ഓഫ് കേക്ക്. ബൈറ്റ് ദ ബുള്ളറ്റ്. ബുള്ളറ്റ് കടിച്ചു പിടിക്കണം എന്നാണോ? അതായത് ഒരു തിര കടിച്ചു പിടിക്കണം എന്നാണോ? വെടിയുണ്ട കടിച്ചു പിടിക്കണം എന്നാണോ? അല്ല. പക്ഷെ എന്താ, അതൊരു സംതിങ് ഹാർഡായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ? ഒരു വെടിയുണ്ട കടിച്ചു പിടിക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ ഇതിൻ്റെ ഈ ഒരു ശൈലിയുടെ മീനിങ്ങും വരുന്നത് അത്തരത്തിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ഉള്ള ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടി വരിക, അതും ഇങ്ങനെ ധൈര്യത്തോടു കൂടി ചെയ്യേണ്ടി വരിക എന്നൊരവസ്ഥ വരുമ്പോൾ പ്രയോഗിക്കാവുന്ന ഒരു ഇഡിയമാണ് ബൈറ്റ് ദ ബുള്ളറ്റ് എന്ന് പറയുന്നത്. ഇഞ്ചക്ഷൻ വെക്കുക എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം. എന്താ, സൂചി എടുത്ത് ഇവിടെ അങ്ങനെ കുത്തുന്നൊരവസ്ഥ എന്ന് പറയുന്നത് വേദന സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. പക്ഷെ എന്താണ്, അത് ചെയ്യാതിരുന്നാൽ നിങ്ങൾക്ക് വാക്സിനേഷൻ കിട്ടില്ല. അപ്പോൾ എന്താ, അതൊരു ബൈറ്റ് ദ ബുള്ളറ്റ് ആണ്. ഐ ഹേറ്റ് ഇഞ്ചക്ഷൻസ് ബട്ട് ഐ ഹാഡ് ടു ബൈറ്റ് ദ ബുള്ളറ്റ് ആൻഡ് ഗെറ്റ് വാക്സിൻ കിട്ടിയേ മതിയാവൂ. അപ്പോൾ വേദന കടിച്ച് പിടിച്ചിട്ടാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ആ വാക്സിൻ ഏറ്റുവാങ്ങണം. നോക്കി, കറക്റ്റ് അല്ലേ? രസകരമായിട്ടുള്ള കാര്യങ്ങളല്ലേ ഇഡിയംസിൽ വരുന്നത്. വൺസ് ഇൻ എ ബ്ലൂ മൂൺ. മൂൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചന്ദ്രൻ. ബ്ലൂ മൂൺ എന്ന് പറയുമ്പം അതിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവില്ലേ? അതായത് എപ്പോഴും നടക്കാത്ത കാര്യങ്ങൾ. എന്താണ്? വളരെ റെയറായിട്ട് നടക്കുന്ന കാര്യങ്ങൾ. സംതിങ് ദാറ്റ് ഹാപ്പൻസ് വെരി റെയർലി. അതിനെ നമുക്ക് വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറയാം. നിങ്ങളുടെ സ്കൂളിൽ AO വരാറുണ്ട് അല്ലേ? വല്ലപ്പോഴല്ലേ വരാറുള്ളൂ, എല്ലാ ദിവസവും വരാറില്ലല്ലോ. എല്ലാ ദിവസവും നിങ്ങളുടെ ടീച്ചേഴ്സും അതുപോലെ തന്നെ മറ്റ് സ്റ്റാഫുകളാണ് വരുന്നത്. പക്ഷേ ഒരു പ്രത്യേക ദിവസം എന്ത് ചെയ്യും, AO വരാറുണ്ട്. അത് നമുക്ക് എന്താണ്, വൺസ് ഇൻ എ ബ്ലൂ മൂൺ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ എല്ലാ ദിവസവും നമ്മൾ സിനിമയ്ക്ക് പോകാറില്ല. എക്സാം ഒക്കെ കഴിഞ്ഞ് വല്ലപ്പോഴേ നമ്മൾ സിനിമയ്ക്കൊക്കെ പോകാറുള്ളൂ. അതും എന്താണ്, വൺസ് ഇൻ എ ബ്ലൂ മൂൺ സംഭവിക്കുന്ന കാര്യമാണ്. ഇവിടെ നോക്കിയേ, ഐ വാച്ച് മൂവീസ് ഇൻ ദ തിയേറ്റർ വൺസ് ഇൻ എ ബ്ലൂ മൂൺ. നമ്മുടെ എക്സാമ്പിളാണ് കേട്ടോ, എങ്ങനെ ഈ ഒരു ഇഡിയം നമുക്ക് പ്രയോഗിക്കാമെന്നുള്ള എക്സാമ്പിളാണ് ഞാനിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം വല്ലപ്പോഴും മാത്രം നടക്കുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് ഭാഷാ ശൈലിയിൽ പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ. ബ്രേക്ക് ദ ഐസ്. ഐസ് അങ്ങോട്ട് പൊളിക്കുക, തല്ലി പൊട്ടിക്കുക ആണോ? അല്ല. ശരിക്കും എന്താ മീനിങ്? നമുക്ക് ഇപ്പം ഒരു ക്യാമ്പിന് പങ്കെടുക്കണം എന്ന് വിചാരിക്കാം. നമ്മുടെ സ്കൂളല്ലാതെ പുറത്ത് കുറേ കുട്ടികൾ ചേരുന്ന, വേറെയും കുറേ സ്കൂളിലെ കുട്ടികളൊക്കെ ചേരുന്ന ഒരു ക്യാമ്പ് ഉണ്ടെന്ന് കരുതുക. നമ്മൾ അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് നമുക്കൊരു സ്ട്രേഞ്ച് ഫീലിംഗാണ്. ചുറ്റും അപരിചിതരായിട്ടുള്ള ആൾക്കാർ. നമുക്ക് ആ ഒരു ഫ്രണ്ട് സോണിൽ എത്തിപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ അവിടെ ക്യാമ്പിന് വന്ന സാറ് നിങ്ങളെ വളരെയധികം എൻ്റർടൈൻ ചെയ്യുന്നു, തമാശ പറയുന്നു, ഓരോ ഗെയിംസ് കളിക്കുന്നു. അപ്പോൾ പോകെ നിങ്ങൾക്ക് മറ്റുള്ള ആളുകളുമായിട്ട് ഇടപഴകാനുള്ള ആ ബുദ്ധിമുട്ടുകൾ കുറഞ്ഞു വരുന്നുണ്ട് അല്ലേ? ആ ഒരു സംഭവത്തിനെ പറയുന്നതിനാണ് ബ്രേക്ക് ദ ഐസ് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ ഫസ്റ്റ് ഡേ സ്കൂളിൽ വരുന്ന സമയത്ത് ആ കാണുന്ന കുട്ടികളെ ആർക്കും നിങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ല. നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ആളുകളെ ഒന്നും നിങ്ങൾക്ക് മുൻ പരിചയം ഉണ്ടാവില്ല. പക്ഷേ നിങ്ങളുടെ ടീച്ചറിന് ടീച്ചറുടെ തമാശയൊക്കെ കേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചില തമാശയൊക്കെ പരസ്പരം പറഞ്ഞ് നിങ്ങൾ ആ ഒരു അപരിചിതത്വം മാറ്റിയെടുക്കുന്നു. അതിനെ പറയുന്നതാണ് ബ്രേക്ക് ദ ഐസ്, ടു സ്റ്റാർട്ട് എ കോൺവെർസേഷൻ ഇൻ എ സോഷ്യൽ സെറ്റിംഗ്. ആ ഒരു അപരിചിതമായിട്ടുള്ളൊരു സാഹചര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യാണ്, അതിനോട് ഇടപഴകി ആ ഒരു രീതിയിൽ നിങ്ങൾ കോൺവെർസേഷനൊക്കെ ആരംഭിക്കുന്നതിനെയാണ് ബ്രേക്ക് ദ ഐസ് എന്ന് പറയുന്നത്. ദ ടീച്ചർ ടോൾഡ് എ ജോക്ക് ടു ബ്രേക്ക് ദ ഐസ് ഓൺ ദ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ. അല്ലേ? ടീച്ചർമാർക്ക് അങ്ങനത്തെ സ്വഭാവമുണ്ട്. നമ്മളോട് പാട്ട് പാടിത്തരും, അല്ലെങ്കിൽ ടീച്ചർമാർ എന്ത് ചെയ്യും, തമാശ പറയും. അല്ലാതെ ഫസ്റ്റ് ഡേ തന്നെ വന്നിട്ട് ടീച്ചർ ആരോട് ദേഷ്യപ്പെടില്ല. ടീച്ചർക്ക് എല്ലാ കുട്ടികളും മിങ്കിൾ ചെയ്യിക്കണം എന്നായിരിക്കും. സോ ആ ചെയ്യുന്ന പരിപാടിക്കാണ് ബ്രേക്ക് ദ ഐസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കിക്കേ, വെൻ പിഗ്സ് ഫ്ലൈ. ചിറകുള്ള പന്നികൾ പറക്കുന്നു. നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ മക്കളെ? പന്നികൾ പറക്കുന്നത് സങ്കല്പിക്കാൻ പറ്റുമോ? ഇല്ല. അതെന്താ? അത് നടക്കാത്തൊരു കാര്യമാണ്. നടക്കാത്തൊരു കാര്യത്തിനെ നമ്മൾ റെഫർ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, വെൻ പിഗ്സ് ഫ്ലൈ. ഒരിക്കലും നടക്കാത്ത ചില കാര്യങ്ങളുണ്ടാവും. എന്തൊക്കെയായിരിക്കും? നമ്മുടെ സ്കൂൾ ലൈഫിൽ തന്നെ ഒരുപാട് എക്സ്പീരിയൻസുകൾ ഉണ്ടാവും അല്ലേ? ചില കൂട്ടുകാരുണ്ട്, നമ്മൾ അവരോട് പറയും നേരത്തെ വരാൻ വേണ്ടിയിട്ട്. പക്ഷെ അവന്മാർ നേരത്തെ വരികയില്ല. നമ്മളൊക്കെ ഒരുപാട് നേരം നിർത്തി നമ്മുടെ സമയമൊക്കെ പോക്കുന്ന ആൾക്കാരാണ്. അവൻ നേരത്തെ വരുന്ന അന്ന് പന്നിക്ക് ചിറക് മുളച്ച് പറക്കുമെന്ന് പറഞ്ഞാൽ അതൊരു ശൈലിയല്ലേ? അത് തന്നെയാണ് ഇംഗ്ലീഷിലും പറയുന്നത്.
പറയുന്നത് സംതിങ് ദാറ്റ് വിൽ നെവർ ഹാപ്പൻ, ഒരു കാലത്ത് നടക്കാൻ ചാൻസ് ഇല്ലാത്ത ചില കാര്യങ്ങൾ. ഓക്കെ, ഹി വിൽ ക്ലീൻ ഹിസ് റൂം വെൻ പിഗ്സ് ഫ്ലൈ. ചില വൃത്തിയില്ലാത്ത ആൾക്കാരുണ്ടോ, മെനയില്ലാത്ത അടുക്കും ചിട്ടയില്ലാത്ത ആൾക്കാർ, അവരെല്ലാം സാധനങ്ങൾ മുറിയിലുള്ളത് വാരിയിടും. അപ്പോൾ നമ്മൾ പറയുന്നതാണ് ഇവൻ മുറി വൃത്തിയാക്കുന്ന അന്ന് പന്നി പറക്കും എന്ന് പറഞ്ഞാൽ അതൊരു ഇഡിയമാണ്. സോ വെൻ പിഗ്സ് ഫ്ലൈ അത്തരത്തിലുള്ള ഒരു ഇഡിയമാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് 2 ഇഡിയംസ് തരാം, വളരെ ഈസി ആയിട്ടുള്ള, എനിക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം പറയാൻ പറ്റുന്ന 2 അടിപൊളി ഇഡിയംസ് ആണ് ഇത്. ഏത്? ആഡ് ഫ്യൂൽ ടു ദ ഫയർ, അതുപോലെ തന്നെ കിൽ 2 ബേർഡ്സ് വിത്ത് 1 സ്റ്റോൺ. ഈ 2 എണ്ണത്തിൻ്റെയും ഉത്തരങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ളതാണ്, ഒന്ന് വായിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇനി നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങളൊരു ഗസ്സൊക്കെ അങ്ങ് വെച്ച് ചെയ്യും മക്കളെ. ഉത്തരം നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മൾ കുറച്ച് ഇഡിയംസ് പഠിച്ചിട്ടുണ്ട്. ഈ ഇത്തരം ഇഡിയംസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ എഴുതുന്ന എക്സാമുകളിൽ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ എന്താ, നിങ്ങൾ ഇംഗ്ലീഷ് എപ്പോഴും സംസാരിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളൊക്കെ അങ്ങ് കാച്ച് നല്ല അടിപൊളിയായിട്ട് സ്റ്റൈലനായിട്ട് ഇംഗ്ലീഷൊക്കെ പറ മക്കളെ. അപ്പം ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും പ്രതീക്ഷിക്കാം. ഇതുപോലുള്ള ഇഡിയംസും അതുപോലെ തന്നെ പ്രോബ്സും ഫ്രീസൽ വെബുകളും ഒക്കെ ആയിട്ട് സാറും മറ്റ് ടീച്ചേഴ്സും എല്ലാവരും വരുന്നുണ്ട്. അത്തരം വീഡിയോകൾക്ക് വേണ്ടിയിട്ട് മക്കൾ എന്ത് ചെയ്യുക, കാത്തിരിക്കുക. അപ്പം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.